അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സമീറ, എടി പെണ്ണേ, ആ ചോറുണ്ട് കൊടന്ന ചൂടഞ്ഞേ. ആ ഉമ്മ, ഇപ്പോൾ ഞാൻ പപ്പടന്ന് പൊരിക്കട്ടെ. മോളെ, എന്നാട് കൊടന്ന വെച്ചൂടെ, മട് വരാ. അല്ലാ, പെട്ടെന്ന് അതാ ഒരു കോളിംഗ് ബെൽ മുഴങ്ങുന്നു. ആ ആരഞ്ഞിപ്പോൾ ഇന്നേരം ചോറ്റിന് ഇപ്പോൾ ഇവിടെ ആര് വന്നു വെച്ചിട്ടും ചോറില്ല ആക്കൂല. ചോറും കൂട്ടാനും പള്ള നിറച്ച് തിന്നാൻ എല്ലാവർക്കും ഇവിടെ ഉണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ സെമീറാനോട് പറയും, എൻ്റെ സെമീറ, രാവിലെ നമ്മൾ വെക്കണത് കുറക്കരുത്. കാരണം എപ്പോഴെങ്കിലും ആരെങ്കിലും ഉച്ച നേരത്ത് വരികയാണെങ്കിൽ ഞമ്മക്കത് കൊടുക്കാക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ ഉച്ചക്കൊക്കെയുള്ള ചോറ് നമ്മൾ കണക്കാക്കി വെക്കരുത്. അന്തിക്ക് പിന്നെ കുഴപ്പമില്ല, ഉച്ചയ്ക്ക് ആര് വന്നാലും നമുക്ക് ചോറ് കൊടുക്കണം. ആരാന്നാവോ. ഏതായാലും ഷാമോനെ, എടാ, ആ ഇതട്ടോ, ആ ഓക്കെ. ഇതിപ്പോൾ എന്തിയേ? ഓമ്മ, ഏതായാലും ഗസ്റ്റൊക്കെ ഉള്ളതല്ലേ, അപ്പം ഞാൻ കുറച്ച് മന്തി ഓർഡർ ചെയ്തിരുന്നു. അതേതായാലും നന്നായി. ഞാൻ വിചാരിച്ചു ഇപ്പം പിടിച്ച് വിളിച്ചാൽ കിട്ടൂലെന്ന് വിചാരിച്ചു. നന്നായി കുട്ടിയെ. എന്നാ ഇനി ചോറ് വെറും ചോറെന്ന പോലെ മുന്നിക്ക് വെച്ച് കൊടുക്കണ്ടല്ലോ അല്ലേ? അതല്ല നല്ലത്. ഉമ്മ വേണമെങ്കിൽ വെച്ചോളി, കുഴപ്പമില്ല. ചോറും ബീഫൊക്കെ ഇല്ലേ? ആയിക്കോട്ടെ മോനെ. എന്നാൽ ഇനി പുസ്തകത്തിന് ഇനി മന്തിയൊന്നും തൃപ്തി ഇല്ലെങ്കിലോ? ഏതായാലും ഞാൻ നോക്കട്ടെ. എടി, പപ്പടം പൊരിച്ചത് കഴിഞ്ഞില്ലേ? ആ ഉമ്മ, കഴിഞ്ഞു. എന്നാൽ പെട്ടെന്ന് ഉമ്മ അതാ ഇറച്ചിയുടെ മൺകുടുക്കയുടെ മൂടി മാറ്റുന്നു. നല്ലൊരു മണത്. അതിൻ്റെ റബ്ബേ, അത് ആടി അധികം വെള്ളമൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. കുറഞ്ഞ വെള്ളം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇറച്ചി വരട്ടിയതൊരു രസമാണല്ലോ. ഏതായാലും കുമ്പളങ്ങാച്ചാറും ഇറച്ചി വരട്ടിയതും ഉപ്പേരിയും പപ്പടവും അച്ചാറും തൈരും ഇപ്പോൾ പോരാത്തിനുണ്ട്. ഷാമൂന് മന്തി ഇതാ കൊടുന്നേക്കണ്. ആ ഉമ്മ പെട്ടെന്ന് ഉപ്പുണ്ടാ നോക്കട്ടെ എന്ന് കരുതിയിട്ട് അതാ ഒരു കയ്യിലെടുത്ത് പഠിച്ചോനെ എത്തപ്പത്. സെമിയെ, ഉമ്മാൻ്റെ കുട്ടി പെരിച്ചെങ്ങാനും ഉപ്പ് ഏറട്ടോ? ഇല്ലമ്മ, ഉപ്പ് കുറവാണേക്കാരം. കാരണം ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. കാരണം ഉമ്മാക്കൊക്കെ പ്രഷർ കൂടുതലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉപ്പ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഉസ്താദൊക്കെ വരുമ്പോൾ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കമ്മിയാക്കിയേക്കാണ്. അത് ശരി. എടി, എന്നാൽ ഉമ്മാൻ്റെ കുട്ടിയാൽ മന്തിയാണ് വിളമ്പിക്കൂടെ? എന്ത് ഉമ്മ? ഒന്നുമില്ല. അല്ല, ഞാൻ വിളമ്പിക്കൂടെ? എന്തേ? ഒന്ന് നോക്കാണ് ഉമ്മാൻ്റെ കുട്ടി. ഇതൊന്ന് പഠിച്ചോനെ റബ്ബേ, ഇതെന്താ ഉപ്പ് കല്ലോ? ഇല്ലമ്മ. സത്യം പറഞ്ഞ സെമീറക്ക് സങ്കടമായി. ഉമ്മ, ഇല്ല. മോളറിയാതെ കുട്ടീൻ്റെയൊക്കെ രണ്ടിട്ട് ഇട്ടോ? ഇല്ലമ്മ, ഒരിക്കലും. ഞാൻ അത് ഉമ്മക്ക് പ്രഷർ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കണ്ടറിഞ്ഞിട്ട് കുറച്ചിട്ടാണ് ഒക്കെ ഇട്ടിട്ടുള്ളത്. അതെ, പിന്നെ ഞാൻ അവർക്ക് വേണമെങ്കിൽ വരുമ്പോൾ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. ആയിക്കോട്ടെ. ഏതായാലും മന്തി കൊടുക്കുന്നത് നന്നായി. എന്നാൽ അതാണ് വിളമ്പിക്കൂടെടി. വെറും ചോറും കുമ്പളങ്ങാച്ചാറും വെച്ചെടുക്കുക. പിന്നെ ദീർഘ നല്ല അൽഫാമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഉമ്മക്ക് വല്ലാത്തൊരു സങ്കടം. എൻ്റെ പൊന്നാര കുട്ടിയെ വല്ലാത്തൊരു ഇടങ്ങാറായി പോയത്. എന്തേപ്പോൾ ഇത് പറ്റിയത്? എൻ്റെ കുട്ടി കൽപ്പിച്ചു കുട്ടി അങ്ങനെ കാട്ടൂരല്ലോ. ഐഷുമ്മയുടെ മനസ്സിൽ പല ചിന്തകളും വന്നു. സാരല്ല ഉമ്മ, എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട് ഉമ്മ. ഞാൻ ഉമ്മാക്ക് പ്രഷർ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ഉപ്പ് ഇട്ടിട്ടില്ല. ഇനി ഉസ്താദിനൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാമെന്നും വിചാരിച്ചു ഉമ്മ. വേറെ അല്ലാതെ ഒരിക്കൽ പോലും ഉമ്മ ഞാൻ അതിലിട്ടിട്ടില്ല ഉപ്പ്. സത്യമായിട്ടും ഇതുമ്മ ഒരുപാട് കല്ലുപ്പ് വാരി വിതറിയ പോലെ. പെട്ടെന്ന് ഷമ്മാസ് അങ്ങോട്ട് വന്നു. എന്താ, ചോറ് വിളമ്പില്ലേ? ആ മോനെ, ചോറ് വിളമ്പിയേക്കണ്. ഇതാ വെറും ചോറും ഉണ്ടായി, കുമ്പളങ്ങാച്ചാറും ഉപ്പേരിയും പപ്പടും ഒക്കെ എടുത്ത്. ഉമ്മ ബീഫ് എടുക്കുമ്മ. ബീഫെന്ന് കഴിക്കണം വിചാരിച്ചിങ്ങനെ നിന്നതാണ്. അല്ലെങ്കിലും ഇടയ്ക്കൊരു ബീഫിനൊരു പൂതിയാണ് അല്ലേ? അതുമല്ല സെമീറത്ത, ശരിക്കത് എന്താ പറയുക, മൺചട്ടിയിൽ വിറകടുപ്പിൽ വെച്ചതാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഉമ്മ, എനിക്ക് മന്തിയൊന്നും വേണ്ട. പിന്നെ ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് കൊടുക്കണ്ടേ? പിന്നെ ഉസ്താദിനും ഇടയ്ക്കൊരു സ്പെഷ്യൽ വേണ്ടേ? പിന്നെ ഉമ്മ ബീഫ് എടുത്തോളേ. മോനെ, തൽക്കാലം ഉമ്മാൻ്റെ കുട്ടി മന്തി കൊണ്ടു കൊടുത്താണ്. അല്ല ഉമ്മ, കുറച്ച് വെറുംചോറും നല്ല രസമല്ലമ്മ. നല്ല കുമ്പളങ്ങക്കറിയും ബീഫ് വരട്ടിയതും അതൊക്കെ അല്ലമ്മ നല്ല
കോമ്പിനേഷൻ. മോനെ, ഉമ്മാൻ്റെ കുട്ടി ഇതവിടെ കൊണ്ടുവച്ചെടുക്കി. സത്യം പറഞ്ഞാൽ സെമീറ കരഞ്ഞു പോയിരുന്നു. റബ്ബേ, ഞാനൊരിക്കലും കരുതി കുട്ടി അങ്ങനെ ചെയ്തിട്ടില്ല. എൻ്റെ അടുത്തുനിന്ന് പറ്റിപ്പോയിട്ടില്ല. ഉമ്മ ബീഫ് എടുത്തോളിമ്മ. വീണ്ടും വീണ്ടും ഷമ്മാസ് അത് പറയുന്നു. ഉസ്താദേ, നമുക്ക് നല്ല ബീഫ് വരട്ടിയതും ഒക്കെ കൂട്ടി ചോറ് കഴിക്കാം. വരി ഷാമോനെ, വരുന്ന എല്ലാവർക്കും ഇരിക്കാം. ഉപ്പ വരി. എന്നാൽ എത്രയായിട്ടും ടേബിളിലേക്ക് ബീഫ് എത്തിയില്ല. മന്തി വിളമ്പി, വെറുംചോറ് വിളമ്പി, കുമ്പളങ്ങ കറിയും അച്ചാറും തൈരും പപ്പടവും ഉപ്പേരിയും എല്ലാം എത്തി. പക്ഷേ ഷമ്മാസ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബീഫ് എത്തിയില്ല. ഉമ്മാ, ആ മോനെ, ഇപ്പോൾ വരടാ, തിന്നൂടി. ആ ഉസ്താദ് ചോറിടി. ഉസ്താദിന് കുറച്ച് മന്തി അല്ല മോനെ, കുറച്ചധികം വെറുംചോറ് കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം. ഉപ്പ നിങ്ങൾക്ക് എന്താ? പൊന്നു മോനെ, എനിക്കും കുറച്ച് വെറുംചോറ് തിന്നിട്ട് എന്നിട്ട് മന്തിയൊക്കെ തിന്ന. എല്ലാവരും വെറുംചോറിൻ്റെ ആൾക്കാരായിരുന്നു. ഷമ്മാസ് ഒരു നിമിഷം, കുറച്ച് മന്തി കഴിക്കട്ടോ. ആ ആയിക്കോട്ടെ, കഴിക്കാം, കുറച്ചിത് കഴിച്ചിട്ട് കഴിക്കാം. ആ ആയിക്കോട്ടെ ഉമ്മ. വീണ്ടും വീണ്ടും ഷമ്മാസ് വിളിച്ചു. എന്നാൽ ഉപ്പയും ഉസ്താദുമെല്ലാം ഭക്ഷണം കഴിക്കൽ തുടങ്ങി. ഉസ്താദ് ചോറിലേക്ക് അത് അൽഫാമിൻ്റെ ഒരു കഷ്ണം എടുത്ത് കൂട്ടി. ഉപ്പയാണെങ്കിൽ അത് കഴിച്ചില്ല. ഉപ്പാക്ക് വലിയൊരു ഇഷ്ടമില്ല അതൊന്നും. എന്തൊക്കെ തന്നെയാലും ഷമ്മാസ് അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ അടുക്കളയിലേക്ക്. ഉമ്മ, എന്തോ ഉമ്മ, എത്ര സമയമായി? ഭക്ഷണം കഴിച്ച് പകുതിയായി തുടങ്ങി. ബീഫ് എവിടെ? മോനെ, ഉമ്മാൻ്റെ കുട്ടി ഒന്ന് തിന്നോക്കാണേ. ഐഷുമ്മ അതാ ഷമ്മാസിൻ്റെ കൈകളിലേക്ക് ഒരു കഷ്ണം ബീഫിൻ്റെ കഷ്ണം എടുത്ത് കൊടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉമ്മ, എന്ത് ഉപ്പ് കൂടിപ്പോയോ? കുഴപ്പമൊന്നുമില്ല. പൊന്നു മോനെ, ജന്തയി പറയണത്? ഉമ്മ, സത്യമായിട്ടും ഇതിപ്പോൾ ഇങ്ങനെ കൊടുക്കുക? സമീറത്തിയുടെ മുഖം വളരെയധികം ദയനീയമായിരുന്നു. അതെ, സമീറത്തിയാണ് മൺചട്ടയിൽ ബീഫ് വെക്കാന്നൊക്കെ പറഞ്ഞ് വെച്ചത്. റബ്ബേ, പക്ഷേ അത് അല്ലാ. ഷാമോനെ, ഉമ്മാൻ്റെ കുട്ടി അൽഫാമൊക്കെ ഇട്ട് കൊടുത്തോടി. ഈ മീനുണ്ട് മോനെ പൊരിക്കാൻ. ഉമ്മ ഒന്നും വേണ്ട. എന്നാൽ ഉസ്താദെല്ലാം ഫുഡ് കഴിച്ച് കഴിഞ്ഞു തുടങ്ങിയിരുന്നു. ഷാമോനെ, നീ എവിടെ? വാ ഇരിക്കേ. ഉസ്താദെ, എന്നാൽ ഇനി മന്തി കഴിക്കുക കുറച്ച്. അതൊന്നും വേണ്ടില്ലായിരുന്നു. എന്തിനാപ്പം അതൊക്കെ കൊണ്ട് ചെയ്ത് പോരായിരുന്നു? സാധാ നാടൻ ചോറും കൂട്ടാനൊക്കെ ഇത് മതിയായിരുന്നു. ഉപ്പയും അതാ ഭക്ഷണം. ഉപ്പ ഇത് കുറച്ച് കഴിച്ചോളിപ്പാ. മോനെ വേണ്ട, ഇതന്നെ മതി, ഇതന്നെ എമ്പാടും. എനിക്ക് അതൊന്നും വല്ലാതെ അങ്ങോട്ട് പോവില്ല. എനിക്ക് വെറുംചോറും ഈ ഒരു ചാറും തന്നെ മതി. ഉപ്പ എന്നാൽ ചിക്കൻ്റെ കഷ്ണം. ഉമ്മ, എന്നൊരു ഓംലേറ്റ്. വേണ്ടിട്ട് ഷാമോനെ, ഒന്നും വേണ്ടായിട്ടാണ്. സത്യം പറഞ്ഞ ഷമ്മാസ് ആകെ അങ്ങ് ഇടങ്ങാറായിപ്പോയി. അതെ, ബീഫും ചോറും എന്ന് പറഞ്ഞും ചെയ്തു. റബ്ബെ, അവരുടെ മുമ്പിലേക്ക് വെച്ച് കൊടുക്കാനും കഴിഞ്ഞില്ല. വളരെയധികം നിരാശനായിരുന്നു ഷമ്മാസ്. ഉസ്താദ് ഫുഡ് കഴിച്ച് എഴുന്നേറ്റു. നുസൈബയുടെ ഉപ്പയും എഴുന്നേറ്റു. വരി മക്കളെ, എന്നാൽ ഞമ്മക്കും ഇരിക്കുക. വരി. ഐഷുമ്മ അതാ പറഞ്ഞു ഉമ്മയോട്, ഇരിക്കേ. അല്ല, ഞമ്മക്ക് എല്ലാവർക്കും ഒപ്പം ഇരിക്കേ ട്ടാ. അല്ല, നിങ്ങളിരിക്കേ ഫസ്റ്റ്. നുസിയെ, എടി സെമിയെ, നുസിക്ക് 2 ഒറ്റ ചോറ്. ഉമ്മ, ഞാൻ കൊടുത്തതാണ്. തന്നെ? ഓ ഭാഗ്യം. ഓൾക്ക് എന്ത് കൂട്ടാൻ കൊടുത്തു? മുട്ട പൊരിച്ചു കൊടുത്തു. ആ ശരി, ആയിക്കോട്ടെ, മതി. പഠിച്ചോനെ, വല്ലാത്തൊരു പുതുമായിപ്പോയി. ആ പെണ്ണിന് വല്ലാത്ത ഇടങ്ങാറുണ്ട്. എന്തപ്പോൾ സംഭവിച്ചു എനിക്കറിയില്ല. അങ്ങനെ അതാ നുസൈബയുടെ ഉമ്മയും അവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്നു. താത്ത, എനിക്കും 2 വെറ്റ് ചോറ് മതി. വെറും ചോറ്. മന്തി ഒന്നും വേണ്ട. അല്ലേ, കുറച്ച് തിന്നോളി. അതിനിപ്പോൾ എന്താ? വെറും ചോർക്കുള്ള കൂട്ടാൻ നിങ്ങളോട് പറയാൻ ഇറച്ചിയൊക്കെ 1.5 കിലോ വെച്ചീന്. നല്ലോ ഉള്ളിയും ചീരുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് ഉലിയൊക്കെ ഇട്ട് നല്ല മട്ടത്തിന് എൻ്റെ ഷാമോന് ഇഷ്ടപ്പെട്ടുന്ന രീതിയിൽ വരട്ടിയത്. ഇനിയിപ്പോൾ 2 നുസിക്കും കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് നല്ല മട്ടത്തിന് ഉണ്ടാക്കി വെച്ചതേ. എങ്ങനെ അറിയില്ല, ഉപ്പ് ഇങ്ങോട്ട് കൂടിയിട്ട് ഇങ്ങോട്ട് തൊള്ളിക്ക് വെക്കാൻ വെച്ചാൽ. തന്നെ? അത് സാരില്ല. അതിനിപ്പോൾ എന്ത് 2 എടുത്തുകൊടുന്നാണെന്നാലേ നോക്കട്ടെ. അങ്ങനെ അത് സമീർ അപ്പോൾ തന്നെ അത് എടുത്തു കൊണ്ടുവരുന്നു. അത് തിന്നാൻ പറ്റൂല. അത് ഉമ്മ നിങ്ങൾ കഴിക്കില്ല പ്രഷർ ഉമ്മാക്കുള്ളതാണേ. അതുകൊണ്ട് ആടി പ്രഷറും പ്രമേയൊക്കെ ഉണ്ട്. എന്തപ്പോൾ കാട്ടുക? തിന്നാൻ ബൈക്കണ കാലത്ത് തിന്നന്നെ. ഇപ്പോൾ തിന്നാൻ ബൈക്കാത്ത കാലത്ത് ഇങ്ങനെ തിന്നാ.
ഏതായാലും പണ്ടത്തെ കാലത്ത് കുറേ ആൾക്കാർക്ക് പട്ടിണിയേനു. അന്നാണെങ്കിൽ ഇജ്ജാതി അസുഖം കാര്യങ്ങളും ഇല്ലേനു. ഇഷ്ടംപോലെ തിന്നും ചെയ്യേനു. പണ്ട് അധ്വാനം ഉണ്ടേനു. ഇപ്പം അതില്ലല്ലോ. ഇപ്പൊക്കെ സ്വിച്ച് ഇട്ടാൽ തോണ്ടിയാൽ ഒക്കെ മെഷീനല്ലേ എല്ലാത്തിനും തിരുമ്പാനും കഴുകാനും മോറാനും. പിന്നെ വണ്ടിയും വാനും നടത്തില്ല. ഒരു എല്ലാത്തിനും മെഷീനായപ്പോൾ മനുഷ്യന്മാർക്ക് കൊണക്കിടും തുടങ്ങി. അതന്നെ സംഭവം. അതിപ്പോൾ ഈ പ്രഷറും പെർമയും ഒക്കെ പണ്ടൊക്കെയാ ഈ ആട്ടുകല്ല് അതേപോലെ വലിയ അമ്മിമ്മ ഇങ്ങോട്ട് അരക്കും. അരച്ചുകാണ്ട് രാവിലത്തെ കടിക്കൊക്കെ അന്നത്തെ കാലത്ത് മിക്സ് ഇല്ലാത്ത കാലത്ത് രാവിലത്തെ കടിക്കൊക്കെ എത്ര അരി അരക്കണം. അത് ചാക്കേരി വെള്ളത്തിലിട്ട് അരക്കൊക്കെ വേണ്ടീനും. പണിക്കാരത്തിയാളൊക്കെ പെരയിലുണ്ടെങ്കിലും ഓരില്ലാത്തപ്പോൾ നമ്മളുടെ ചെയ്യണമല്ലോ. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ആ അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ. എൻ്റെ നുസിൻ്റെ നിക്കാഹ് കഴിഞ്ഞതിൻ്റെ ശേഷമല്ലേ ഇപ്പോൾ ഷാമോ കെട്ടീൻ്റെ ശേഷമല്ലേ ഞങ്ങൾക്ക് മോട്ടറും പൈപ്പും ആയത്. ഞങ്ങൾ വെള്ളം കോരലെന്നേനു. ഞങ്ങൾ എപ്പോഴും ഞാൻ കുടിച്ചാൻ വെള്ളമൊക്കെ കോരലെന്നെ കേട്ടാ. മോട്ടറിനൊന്നും എടുക്കല്ലേ. കുടിച്ചാൻ വെള്ളം അവിടെ നിന്ന് കോരിക്കൊണ്ടൊരു കുടം. അത് മൂപ്പർക്ക് പറ്റൂലേ. അത് മോട്ടറിട്ട വെള്ളം എടുത്താൽ അതിൻ്റെ ആ പഴയ മുക്കിക്കൊണ്ടിരുന്ന ടേസ്റ്റ് ഇല്ല അങ്ങനെ പറഞ്ഞുകാണ്ട് അത് ഞാൻ ഒരു കുടം മുക്കിക്കൊണ്ടുവരും. പിന്നെ ചിലപ്പോൾ ഒരു പൂതിയാണ് അമ്മിമ്മല അരച്ച മീൻചാറ് കൂട്ടാനും അതുപോലെ തേങ്ങ അരച്ചതൊക്കെ അമ്മിമ്മ അരച്ചതൊന്ന് ആ ഒരു രസമാണല്ലോ. മല്ലിയും മുളകൊക്കെ പച്ച കൊടുന്ന് കണ്ട് പൊടിയൊന്നും വല്ലാതെ ഇഷ്ടമൊന്നുമില്ല. കുറച്ച് മല്ലിയും കുറച്ച് ചുവന്നുളകൊക്കെ ഉണ്ട് അരച്ച് തേങ്ങൻ്റെ കൂട്ടത്തിലുണ്ട് അരച്ച് കാണ്ട് അതിങ്ങോട്ട് കുറച്ച് ചാറ് വെച്ചാൽ എന്താ അതിൻ്റെ ചാതെന്നോ. അത് വേറൊരു രസം തന്നെ കേട്ടാ. നമ്മൾ അമ്മ അരച്ചുണ്ടാക്കണതും അതേപോലെ തന്നെ ഇപ്പോൾ ഈ പുട്ടുപൊടി ഉണ്ടല്ലോ അജ്മി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിപ്പോൾ വല്ലാത്ത രസമാണല്ലോ. അതന്നെ അജ്ജാതി പുട്ടുപൊടിയൊക്കെ നമ്മളിപ്പോൾ പണ്ടത്തെ കാലത്ത് ഉരലിലിട്ട് ഇടിച്ച പുട്ടിൻ്റെ ചാതൊന്ന് വേറെ രസം തന്നെ. എന്നോട് പറയും എടി നുസ്രത്തെ ഒരു നായ അരി വെള്ളത്തിലിട്ട് ഒന്നൊന്ന് ഇടിച്ച് പുട്ടിട്ടാന്ന് പറയും. ചിലപ്പോൾ അങ്ങനെ ഒരു പൂതിയാണ്. എപ്പോഴും പറയില്ല, എപ്പോഴെങ്കിലും ഇടങ്ങാറാക്കൊന്നുമില്ല. എന്നോട് പറയും ഒരു നായ അരി പച്ചരി വെള്ളത്തിലിട്ടാളാ എന്നാൽ പിന്നെ ഒന്നുണ്ട് ഇടിച്ചു കാണ്ട് പുട്ടിടാല്ല അങ്ങോട്ട് തരിച്ചു കാണ്ടേ ഒന്നുണ്ട് വറുത്ത് എന്ത് രസമാണ് ആ പുട്ട്. ശരിയാണ് ഡീ പറഞ്ഞപ്പോൾ അതൊക്കെ ഒരു പൂതിയാണ്. എൻ്റെ സെമീർ എപ്പോഴും പറയും ഉമ്മ ഞാൻ അരച്ചോളാം. അങ്ങനെ ഞാൻ സമ്മതിക്കില്ല കേട്ടോ. നമ്മളിപ്പോൾ കുട്ടികളെ കൊടുന്ന് ഇടങ്ങാറാക്കാൻ പാടില്ലല്ലോ. ഞാനുണ്ട് സമ്മതിക്കണില്ല. അതുകൊണ്ടാണ് എന്തിപ്പോൾ ഇറച്ചിയിൽ ഇപ്പോൾ ഉപ്പ് വരുന്നൊക്കെ പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉപ്പ് കുറച്ച് കയറിയിരിക്കണില്ലേ. പ്രഷറുണ്ടേ തിന്നണ്ട നിങ്ങൾ. ഞാൻ ഇപ്പോൾ ചോറിൽ കൂട്ടി രണ്ടെണ്ണം തിന്നട്ടെ. ഏതായാലും ഇവള് വെച്ചതല്ലേ എങ്ങനെയെന്നാ ഉപ്പ് കയറിക്കണം. അത് സാരല്ലേ. അതിപ്പോൾ കയ്യബദ്ധം ഇപ്പോൾ എപ്പോഴും പറ്റൂലേ. മറവി മനുഷ്യന്മാർക്കുള്ളത് തന്നെയല്ലേ. ചിലപ്പോൾ അതങ്ങോട്ട് അറിയാതാണ്ട് ആയിപ്പോയി. എന്താ ഇപ്പോൾ കാട്ടുക. അത് സാരില്ലേ. നമ്മളിപ്പോൾ പെണ്ണുങ്ങളല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ അറിയില്ല അതിനെപ്പറ്റി. ആണുങ്ങൾക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ഏതായാലും നല്ലോ അല്ലേ. നല്ല സാധനം അതിന് കുറേ വെച്ചും ചെയ്ത് നല്ല ചാതുണ്ട്. പക്ഷെ ഉപ്പ് ഇങ്ങോട്ട് കയറിയിട്ട് തൊള്ളി കണ്ട് വെക്കാൻ വയ്ക്കണില്ല. എന്താ ഇപ്പോൾ ഇത് ഇങ്ങനെ ഇതിപ്പോൾ മറന്നുകാണ്ട് ഇടുകയാണെങ്കിൽ ഇത്ര തോന്നിടൂലല്ലോ. ശരിക്കും അതിലൊരു ദുരൂഹത ആയുഷ്മക്ക് തോന്നി തുടങ്ങുന്നു. എന്തായാലും റബ്ബെ 1.5 കിലോ ഇറച്ചി കൊടുന്ന് നല്ലോ മട്ടത്തിൽ എത്രങ്ങാനും ഉള്ളിലൊക്കെ തൊലിച്ചുണ്ടാക്കി വെച്ചതാണ്. അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് റബ്ബേ അത് തിന്നാൻ വെച്ചല്ലോ റബ്ബേ. വല്ലാത്തൊരു സാരമില്ല സെമിയ സാരമില്ല കേട്ടടി. എനിക്ക് ഇനിയിപ്പോൾ നമ്മൾ ആര് വെച്ചതാണെങ്കിലും കയ്യബദ്ധമൊക്കെ ആരത്തൊന്നും പറ്റൂല. അതൊന്നും സാരമില്ല. അതൊക്കെ ഇൻഷാ അല്ലാ ഇച്ചിങ്ങനെ ഒക്കെ വെക്കാം. ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ കാട്ടുകയല്ലേ. ഇനിയിപ്പോൾ പൂച്ച കൊടുക്കുക എന്തെങ്കിലുമൊക്കെ മാണ്ടി വരും. അല്ലാതെ ഇപ്പോൾ എന്താ കാട്ടുക. സെമീറെ നിക്കാഹ് കഴിക്കുന്ന കാര്യം ഉസ്താദ് ഒന്ന് ഐഷുമ്മയോട് പറയണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ അവിടെ വിരുന്നുകാരൊക്കെ ഉണ്ടായതുകൊണ്ട് ഉസ്താദിനൊരു മടി തോന്നി. ഷാമോനെ ഞാൻ പോട്ടെ കേട്ടോ. ഇൻഷാ അല്ലാ പിന്നെ കാണാം. ഓക്കെ. ഐഷു ഉപ്പച്ചിൻ്റെ കൂടെ പോയിരുന്നോ? ഇല്ല, ഞാൻ ആപ്പാപ്പാൻ്റെ കൂടെയാ. അവളിപ്പോൾ ആപ്പാപ്പാൻ്റെ കുട്ടിയാ. എന്നാൽ ശരി മോളെ. സെമീറക്ക് അന്ന് ഐഷുമ വാങ്ങിയ സ്വർണ്ണാഭരണം. അതെ, 2 കൈകളിലും മനോഹരമായ വള. അതെ, നല്ല ചെയിന്, കാതിൽ കമ്മൽ, അതൊക്കെ വാങ്ങി തന്നിട്ട് റബ്ബേ ഇന്ന് സന്തോഷമില്ലാതായി പോയല്ലോ. അതാണ് അവൾ ആലോചിക്കുന്നത്. സന്തോഷമില്ലാതായി പോവുക എന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു സംഭവം തന്നെയായിരുന്നു. മറ്റൊന്നുമല്ല റബ്ബേ. അത്രക്കും ആകാംക്ഷയോടെ അവൾ ഓർത്തു. അവൾ നിസ്കരിച്ചിരുന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. റബ്ബേ, ഞാൻ ഒരിക്കൽ പോലും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഉപ്പിട്ടതും ഉപ്പിടാത്തതൊക്കെ. കാരണം അധികം ഉപ്പ് ഇട്ടിട്ടില്ല, കുറച്ചേ ഇട്ടിട്ടുള്ളൂ.
കാരണം ഉമ്മാക്കുള്ളത് മാറ്റി വെച്ചിട്ട് ഉസ്താദിനൊക്കെ കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാണ് റബ്ബേ. എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ഞാൻ അത്ര ഓർമ്മയില്ലാത്തവളല്ല. ഞാൻ ഇട്ടിട്ടില്ല, എനിക്ക് ഉറപ്പുണ്ട്. അവൾ നിസ്കരിച്ച് ഒരുപാട് കരഞ്ഞ് ദുആ ചെയ്തു. അതിനുശേഷം അവൾ അടുക്കളയിൽ പോയി ആ ഒരു ഭരണി തുറന്നു നോക്കി, ഉപ്പിൻ്റെ ഭരണി. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. റബ്ബേ, ഇന്നലെ നിറച്ചു വെച്ച ഉപ്പിൻ്റെ ഭരണി ഇതാ പകുതിയായിരിക്കുന്നു. സത്യമായിട്ടും എന്നെ ആരോ ചതിച്ചതാണത്. അവൾക്ക് സങ്കടം വന്നു. പഠിച്ചോനെ റബ്ബേ, ഇന്നലെ ഞാനാണ് ഈ ഉപ്പ്, അതും കല്ലുപ്പാണ് നല്ലത് ഉമ്മാക്ക് ഇഷ്ടം എന്ന് വിചാരിച്ച് കണ്ട് അതിട്ട് ഇന്നലെ ഭരണി നിറച്ചു വെച്ചതാണ് ഉപ്പ്. അതെ, ഞാൻ അതിൽ നിന്ന് അല്പം ഒന്ന് എടുത്തു എന്നല്ലാതെ ഇത്ര പകുതിയാക്കാൻ ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. ഞാനാണ് ആ പാക്കറ്റ് വേണമെങ്കിൽ വേസ്റ്റ് ബാസ്ക്കറ്റിലുണ്ടായിരിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. തന്നെ ആരോ ചതിച്ചതാണ് റബ്ബേ, അത് തന്നെ ഇവിടുന്ന്. എന്നാൽ സത്യം പറഞ്ഞാൽ അന്ന് ഷമ്മാസിനൊക്കെ എന്തൊക്കെയോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ആകെ, ഞാൻ ഉസ്താദിന് മുമ്പൊന്ന് പറഞ്ഞു ചെയ്തു, നല്ല നാടൻ ചോറും ബീഫ് വരട്ടിയതും കുമ്പളങ്ങ കറിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഉസ്താദൊന്നും ചോദിച്ചില്ല, ഉപ്പയും ചോദിച്ചില്ല. പക്ഷേ എങ്ങനെയോ പൊന്നും മോനെ എങ്ങനെ കൊണ്ടുപോയി വെക്കാനടാ, തൊള്ളി കണ്ട് വെക്കാൻ കഴിയേണ്ടത്. അത്ര ഉപ്പിൻ്റെ കട്ട കഴിച്ചിട്ട് ഇങ്ങോട്ട് കഴിയണില്ലല്ലോ അതിപ്പോൾ ഇത്താൻ്റെ അടുത്ത് നിന്ന് അങ്ങനെയൊക്കെ അബദ്ധം പറ്റുമോ? ഇല്ല മോനെ, ഓരോരുത്തു നിന്ന് അബദ്ധം പറ്റിയതുണ്ടെങ്കിൽ ഓള് പറയും, ഓളത്ത് തെറ്റ് പറ്റിയ ഓള് പറയും. പക്ഷേ ഇതങ്ങനല്ല, എന്തോ ഒന്നുണ്ട്. എന്നാൽ സമീർ അടുക്കളയിൽ ഇരുന്ന് കരയുകയായിരുന്നു. എൻ്റെ പൊന്നാര പെണ്ണെ, ഇനിയിപ്പോൾ അത് ആലോചിച്ചിട്ട് ഇടങ്ങാറാകണ്ട. അതിനിപ്പോൾ നമ്മളെ അയൽവക്കത്ത് ഇവിടെ കോഴിക്കളില്ലാത്തല്ലേ, ഇനിയിപ്പോൾ അവിടേക്ക് കോഴിക്കൊക്കെ കൊടുക്കുക, ഒക്കെ തിന്നോളും. ഒക്കെ ഇപ്പോൾ തിന്നാനാ പണി. കോഴിക്കളും പൂച്ചാളും എത്രയോ ജന്തുക്കളുണ്ട്. അതിങ്ങനെ വിചാരിച്ചാൽ മതി, നമുക്കത് ഏകിയിട്ടില്ല. പടച്ച റബ്ബ് അത് ജന്തുക്കൾക്ക്, ജീവികൾക്കാണ് ഏകിക്കണത്. ഏതായാലും ഓല് തിന്നട്ടെ, നമ്മൾ എല്ലും ഇതൊക്കെയല്ലേ കൊടുക്കലേ. കുറച്ച് നല്ല ഇറച്ചി തന്നെ തിന്നട്ടെ. എനിക്കുമ്മ വല്ലാത്ത ഇടങ്ങാറ്. മോളെ വിഷമിക്കണ്ട. ഇങ്ങോട്ട് നോക്കി. അവൾ ആ ഭരണി എടുത്ത് കാണിച്ചു. ഞാനിത് ഇന്നലെ വൈകുന്നേരം ഇതിൽ നിറച്ച് വെച്ചതാണ്. ഞാനിതിലേക്ക് അല്പം ഉപ്പ് ഇട്ടിട്ടുള്ളൂ, പക്ഷെ പകുതി ഉപ്പ് ഇതിൽ നിന്ന് കറിയിലേക്ക് വീണിട്ടുണ്ട്. പഠിച്ചോനെ, എങ്ങനെ എൻ്റെ കുട്ടിൻ്റെ കയ്യിൽ നിന്നൊന്നും കൊയിഞ്ഞടിയൊന്നുമല്ലല്ലോ. അല്ല ഞാൻ സ്പൂണ് കൊണ്ടാണ് ഇടാറുള്ളത്. ഞാൻ കൂടുതലാവും വെച്ചുകൊണ്ട് കുറച്ച് സ്പൂണാണ് ഇടാറുള്ളത്. പിന്നെ ഉമ്മാക്ക് പറ്റൂരല്ലോ. അതൊക്കെ ശരി തന്നെ, ഡേക്ക് പ്രഷറൊക്കെ ഉണ്ടാവുമ്പോൾ നല്ലോ ഉപ്പ് കുറച്ചിട്ട് തന്നെയാണ് തരല്. എന്നാൽ ആ രാത്രിയൊക്കെ അവൾക്ക് നല്ല സങ്കടമായി. പഠിച്ചോനെ, എത്ര മനോഹരമായ വളയും മാലയും കമ്മലൊക്കെ ആവശ്യം എനിക്ക് വാങ്ങി തന്നിട്ട് റബ്ബേ, എനിക്ക് വല്ലാത്തൊരു പറ്റലായിപ്പോയി. എന്താ റബ്ബേ ഇങ്ങനെ, എനിക്കറിയുന്നില്ല. എടീ മോളെ. എന്തുമ്മ? അതിനെക്കുറിച്ച് ഇപ്പോഴും വിട്ടിയില്ലേ? എന്താ എൻ്റെ കണ്ണുകൾ ഇങ്ങനെ അറിയണേ? അല്ലുമ്മ, എനിക്ക് എന്തൊക്കെയോ, ഞാനൊരിക്കലും എൻ്റെ പൊന്നാര പടപ്പ് ഞാൻ എൻ്റെ കയ്യിൽ നിന്നാണ് വീണെന്ന് വിചാരിച്ചോ? അതൊക്കെ തിന്ന് പോണ സാധനമല്ലേ. അതിനിപ്പോൾ ചിത്രമാത്രം ടെൻഷനാകാനിപ്പോൾ എന്താ എന്നാലും നാളും ഇല്ല. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചേ വേണ്ട. എടീ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. സെമിയെ, നമുക്ക് ഒഴിവുള്ളപ്പോഴേ നമുക്ക് ആശുപത്രിക്ക് ഒന്ന് പോകണം. നമുക്ക് അവിടെ ഗവൺമെൻറ് ആശുപത്രിയിലാണ്, ഇവിടുത്തെ മരുവോൾ അവിടെ കിടക്കേണ്ടതൊക്കെ ഒന്ന് പറഞ്ഞു കേട്ടത്. എന്തൊക്കെ തന്നെ ഒന്ന് പോയി നോക്കാം. നമുക്ക് മനുഷ്യന്മാരെ കാര്യമല്ലേ, നമ്മളെ കുറേ ഇങ്ങോട്ട് കാട്ടിയൊന്നും നമ്മൾ നോക്കണ്ട, നമ്മൾ ക്ഷമിക്കണം എല്ലാത്തിലും. എന്തായാലും എന്തൊക്കെ പെരക്കാരും ആരുമായിട്ട് ഓള് ബന്ധമില്ലേ, അതാണ്. പെരക്കാരായിട്ട് ബന്ധമുണ്ടെങ്കിൽ കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ആയിക്കോട്ടേക്കാം. ഇതിപ്പോൾ ഒന്നുമില്ലെങ്കിൽ മനുഷ്യന്മാരിടങ്ങാറാണ് കാണാൻ. എന്നെക്കൊണ്ട് കജ്ജൂലടി. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് നാളെ പോയാലോ? ഷാമാനോട് ചോദിച്ച് നോക്കട്ടെ. ഓനെ കിട്ടുകയാണെങ്കിൽ, കിട്ടിയിട്ടും കാര്യമില്ലല്ലോ, നമുക്ക് ഇവിടെ ന്യൂസിൻ്റെ അടുത്ത് ആൾ വേണ്ടേ. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നാളെ പോട്ടോ. പിന്നെ അപ്പോഴേക്കും ഐഷു ഓടിയെത്തുന്നു. എവിടെ ഉമ്മമാൻ്റെ കുട്ടി? പിന്നെ ഉമ്മമാൻ്റെ കുട്ടിക്ക് മാണ്ടേ വളയും മാലയൊക്കെ വാങ്ങണ്ടേ? അതെ, കുഞ്ഞുവാവക്ക് പണ്ടെടുക്കാൻ പോകണ്ട. നമുക്ക് കുഞ്ഞുവാവക്ക് ചെറിയ കുഞ്ഞു പാദസരവും കുഞ്ഞു മാലയും കുഞ്ഞു വളയും ഒക്കെ വാങ്ങണ്ടേ? അരിക്കുള്ളതൊക്കെ വാങ്ങുമ്പോഴേ ഉമ്മാൻ്റെ കുട്ടിക്കും വാങ്ങിത്തരും കേട്ടോ. എന്നാൽ 2 ഏട്ടത്തിക്കും അനിയത്തിക്കും ഒരുപോലെ അങ്ങോട്ട് വാങ്ങിത്തരും. മറ്റേത് ഇടങ്ങാറാണ്. ഈ കുട്ടിക്ക് വാങ്ങുമ്പോൾ ആ കുട്ടികൾ കാണുമ്പോൾ എന്തോരം ഇടങ്ങാറായിക്കാരം. ഇത് പറഞ്ഞാൽ പിന്നെ എനക്ക് പിന്നെ കുഴപ്പമില്ല.
കാരണം എൻ്റെ രണ്ട് കൈമ വളയും ഇതൊക്കെ ഇനിയിപ്പോൾ എന്താ അറിയോ, കുട്ടിക്ക് വാങ്ങാൻ പോകുമ്പോൾ അതിൻ്റെ മനസ്സൊക്കെ ഒരു വേദന ഉണ്ടാവും. ആ വേദന വരാൻ പാടില്ല. ഏതായാലും കുട്ടിക്ക് ഇനി നുസൈബ പെറ്റിച്ച് പോവല്ലേ, ഓൾക്കും ഒരു മാല വാങ്ങിക്കൊടുക്കണം. സാധാരണ പാർപ്പരുത്തിയ ആൾക്കിപ്പോൾ നമ്മളിപ്പോൾ എത്ര പൈസ കൊടുക്കണേ. ആ ഏതായാലും ഉമ്മ ഇനിയുമ്മ പൈസ ഉണ്ടോ? ഇല്ലെങ്കിൽ എൻ്റെ വള എടുത്തോലിട്ടോ. ഇതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നാര പെണ്ണെ അനക്കെന്താ, എൻ്റെ കൈ ഒഴിഞ്ഞിങ്ങനെ കെടുക്കണ്, കൗത്തും കയ്യും എപ്പോഴും ഒരു മുക്കിന് മാല കൗത്തുക്കണ്, അങ്ങോട്ട് കറുത്തുക്കണ്. ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇവളെ ഇട്ട് നടക്കണമെന്ന്. കൗത്തൊക്കെ കറക്കുവേ. ഉമ്മ അതിപ്പോൾ എന്ത് സ്വർണത്തിനൊരു നൂലിട്ടാലും അതൊക്കെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകും. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ആയാൽ കുഴപ്പമില്ലല്ലോ. ഒരു ദിവസം ഗ്യാരണ്ടിൻ്റെ ഒരു മാല ഇട്ടിട്ട് എങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് എൻ്റെ കഴുത്ത് കൊണ്ട് പിടിച്ച് വലിച്ചിട്ട് ഇവിടെ എപ്പോഴും അതിൻ്റെ ഒരു അടയാളമുണ്ട്. അങ്ങനെയാണ് ഉമ്മ. എന്താ ചെയ്യുക, കള്ള് കുടിക്കാനും വേണം പൈസ, എല്ലാത്തിനും അവൾക്ക് പൈസ വേണ്ടേ. മോള് വിഷമിക്കണ്ട. എന്നാൽ ആ രാത്രി അതാ ഉസ്താദ് ഫുഡ് കഴിക്കുവാൻ വേണ്ടി വരികയാണ്. ഷമ്മാസും ഉസ്താദും കൂടെയാണ് വരുന്നത്. സമീർ അപ്പോഴേക്കും ചപ്പാത്തിയും സാലഡുമെല്ലാം ഉണ്ടാക്കിയിരുന്നു. അല്ല മോനെ, ഉമ്മാൻ്റെ കുട്ടിഞ്ഞിപ്പോൾ നേരപ്പം ഇറച്ചി കിട്ടൂല. ഇല്ലമ്മ ഞാൻ ചിക്കൻ കൊണ്ടുവരാം. അങ്ങനെ അവൾ ചിക്കനും ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ആ രാത്രി അതാ ഉസ്താദ് വരുമ്പോൾ ചില പ്രതീക്ഷകളുണ്ടായിരുന്നു. ഉസ്താദിൻ്റെ മനസ്സിൽ ആയുഷമ്മയോട് കാര്യങ്ങൾ പറയണം. ഇതിപ്പോൾ ദിവസം ഇങ്ങനെ നീണ്ടു പോവുകയാണ്. കാരണം എന്തൊക്കെ തന്നെയായാലും ഒരു ദിവസം പറയണമല്ലോ, ഇന്ന് പറയാം നാളെ പറയാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കും. അങ്ങനെ ഉസ്താദ് എന്ന സന്തോഷത്തോടു കൂടിയാണ് പുത്തൻവീട് തറവാട്ടിലേക്ക് എത്തുന്നത്. എന്നാൽ സങ്കടപ്പെട്ടിരിക്കുകയാണ് അവൾക്ക്. ആ ഒരു വേദന അത് വല്ലാത്തൊരു വിഷമായിരുന്നു. റബ്ബേ, എൻ്റെ കൈകൊണ്ട് ഇതുവരെ പിഴവങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇത് എന്താണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് അവൾക്ക്. പക്ഷേ അവൾക്ക് ഭയമാണ്. അവൾ ആരെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പഠിച്ചോനെ റഹ്മാനെ, നീ ഒന്ന് എനിക്ക് സമാധാനം കൊണ്ടല്ല, കരുതി കൂട്ടി ഞാൻ ചെയ്തിട്ടില്ലല്ല. അവൾ കരഞ്ഞു ദുആ ചെയ്യുകയായിരുന്നു. മോളെ സമീറ, ഒക്കെ ആയില്ലേ? ആ ഉമ്മ, ഒക്കെ റെഡി ആയിട്ടുണ്ട്. പാവം ചപ്പാത്തി നല്ലോണം പരത്തിയാൽ നല്ല വലുപ്പമാണ്. ഓളിങ്ങോട്ട് പരത്തിയാൽ നൈസായിട്ട് ഇങ്ങോട്ട് പരത്തും. നല്ല രസമാണ് ഓള് ചുട്ട ചപ്പാത്തി, നല്ലൊരു മയാണ്. അന്ന് ഉസ്താദ് പുത്തൻവീട് തറവാട്ടിലേക്ക് വരുമ്പോൾ കാലുകൾക്കൊരു വിറക്കൽ അനുഭവപ്പെടുന്ന പോലെ. പഠിച്ചോനെ എനിക്കറിയുന്നില്ല, എന്തെന്നറിയില്ല. ഷമ്മാസ് ഉസ്താദും അതാ ഇശാ നമസ്കാരം കഴിഞ്ഞ് അവരങ്ങനെ നടന്ന് ഓരോ സംസാരങ്ങൾ സംസാരിച്ചുകൊണ്ട് അങ്ങനെ വരികയാണ്. അങ്ങനെ അതാ പുത്തൻവീട് തറവാടിൻ്റെ ആ ലൈറ്റ് ദൂരെ നിന്നും കാണുന്നു. ശരിക്കും ഉസ്താദിൻ്റെ വയറൊന്ന് കാളി. പഠിച്ചോനെ അല്ലാ. ഉസ്താദേ, പിന്നെ ഇന്ന് മഴയൊന്നുമില്ലല്ലേ? ഇല്ല, ഇന്ന് മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണ്. പൂർണ്ണചന്ദ്രൻ ആകാശത്ത് ഉദിച്ച് ഉയർന്നു നിൽപ്പുണ്ടോ? ഉസ്താദിനെ കളിയാക്കിക്കൊണ്ട് അതാ ചോദിച്ചു. അത് എന്തായാലും അല്ല ഉസ്താദേ, നാളല്ലേ ക്ലാസ്? ആ ക്ലാസ് എന്താ പുതിയ വിഷയം? പുതിയ വിഷയം എന്താ, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നന്നാക്കി എടുക്കുക. അതന്നെ പ്രധാനമായിട്ട് തന്നെ. ഒരാൾ തമ്മിൽ അങ്ങോട്ടും പറയാതെ ഉപദ്രവിക്കാതെ അങ്ങനെ ആക്കി എടുക്കുക, അതന്നെയാണ്. അല്ലാതെ ഇപ്പം എന്താ കാര്യമായിട്ട് നമുക്ക് അതന്നെയാണ്, ആ വിഷയം തന്നെ പഠിക്കേണ്ടത്. നമ്മളൊരാളെ വേദനിപ്പിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട ഷമ്മാസെ, നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് ഒരു കാര്യം. നിങ്ങളോടൊന്നല്ല, എനിക്ക് അതിപ്പോൾ പറയണ്ടെന്നാൽ നാളെ ക്ലാസ്സിൽ വെച്ചാകുമ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ച് കേൾക്കാമല്ലോ. എന്തൊക്കെ തന്നെ പറഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ നാവിന് അള്ളാഹു കൂടുതൽ പറയാനുള്ള സംസാരശേഷി നൽകട്ടെ. ആമീൻ. അത്രക്ക് മനോഹരമായ ശബ്ദമുണ്ട് ഉസ്താദേ, കേട്ടാൽ കേട്ടിരുന്ന് പോവും. സത്യമായിട്ടും എനിക്ക് ഒരു കാര്യം പറയാണ്ടിരുന്നു, പക്ഷേ ഷമ്മാസിനോട് പറയാൻ എനിക്ക് താല്പര്യമായിരുന്നു. ഒരാൾ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. വേദനിച്ച് കഴിഞ്ഞാൽ അത് അസ്രായിൽ അലൈഹിസ്സലാമിൻ്റെ ഒരു കഥയുണ്ട്. കഥയോ അല്ല, ശരിക്കുള്ളത് തന്നെ. അതായത് വേണ്ട, നാളെ പറഞ്ഞാൽ പോരെ? അങ്ങനെയാകുമ്പോഴേ എല്ലാവർക്കും കേൾക്കുക. അല്ലെങ്കിൽ ഉസ്താദ് 2 പ്രാവശ്യം പറയേണ്ടി വരും. എൻ്റെ ഷമ്മാസെ, എൻ്റെ കാര്യത്തിൽ അത്രയ്ക്ക് സൂക്ഷ്മതയാണല്ലേ. സൂക്ഷ്മത ഇല്ല ഞാൻ പറ്റില്ലല്ലോ ഉസ്താദേ. കാരണം എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളെ ഭാഗത്തുനിന്ന് ഒന്നും. ശരിയാണ് ഷമ്മാസ്. അങ്ങനെ അതാ അവർ പുത്തൻവീട് തറവാട്ടിലേക്ക് കടക്കുന്നു. ഉമ്മ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. മോനെ ഇരിക്കേ. അല്ലാ, എന്തൊക്കെയുണ്ട്? ഐഷു ഉറങ്ങിയോ? ഇല്ലില്ല, ഓളോളം ഉമ്മച്ചിൻ്റെ കൂട്ടത്തിലുണ്ടാവും. ഉമ്മച്ചി ഭക്ഷണമൊക്കെ ആക്കി വെച്ച് കാണ്ടേ റൂമിലേക്ക് പോകും. പിന്നെ ഓൾക്ക് എന്തൊക്കെയോ പഠിപ്പിച്ച് കൊടുക്കണതാണ്. ആ ഈ ഇങ്ങനെ ദിക്റും സലാത്തും ഇതൊക്കെ ബാത്റൂമിൽ പോകുമ്പോൾ ചെല്ലണതും വരുമ്പോൾ ചെല്ലണതൊക്കെ
അക്ക കുട്ടി പറയും ചെയ്യും കേട്ടോ, ഉസ്താദ് പഠിപ്പിച്ചെടുത്തീനല്ലേ. ആ അതെ ഉമ്മ, ഞാൻ കുറച്ചൊക്കെ പഠിപ്പിച്ചെടുത്തിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ വിചാരിക്കും, പഠിച്ചോനെ എനിക്ക് ഒരു ഭാര്യ, എൻ്റെ വൈഫ് ഉണ്ടെങ്കിൽ, എൻ്റെ സുഹറ ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടിയെ പഠിപ്പിക്കാനും നോക്കാനൊക്കെ ഒരാളുണ്ടാവുമായിരുന്നു. എന്നാൽ അൽഹംദുലില്ലാ എനിക്ക് സമീറയെ പോലത്തെ ഒരു ഉമ്മ എൻ്റെ കുട്ടിയെ കിട്ടിയല്ലോ, അതും വലിയ ഭാഗ്യം. ഉസ്താദെ സത്യമായിട്ടും അതിനിപ്പോൾ വല്ലാതൊന്നും ആയിഷുമ്മ കൂടുതലൊന്നും അതിനെക്കുറിച്ച്. ഉമ്മ എന്നാൽ ഫുഡ് എടുത്തോളൂ, ഷമ്മാസ് പറഞ്ഞു. അപ്പോഴേക്കും അവൾ ഫുഡെല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. ഉമ്മ, ചപ്പാത്തിക്ക് ബീഫ് വരട്ടിയത് നല്ല രസമായിരുന്നു അല്ലേ. മോളെ പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മ, എനിക്ക് ആ വേദന മനസ്സിൽ നിന്ന് പോണില്ല. എന്തപ്പോൾ കാട്ടുക. പൊന്നാര പെണ്ണെ, ഞാൻ അതിനെക്കുറിച്ച് മുണ്ടല്ലേ, ഇനിയിപ്പോൾ പറന്നെ വേണ്ട. അങ്ങനെ അതാ ചപ്പാത്തിയും കൂട്ടാനും കറികളുമെല്ലാം ഡൈനിങ് ടേബിൾ കൊണ്ടുവന്ന് വെച്ചു. എന്നും രാത്രി കൊടുക്കാറുള്ള സാലഡും ക്യാരറ്റും കക്കരിയും എല്ലാം വെച്ചുകൊണ്ട് ഉസ്താദ് ഫുഡ് കഴിക്കുകയാണ്. പഠിച്ചവനെ, ഇന്ന് ഞാനെങ്ങനെ പറയാം ഐഷുമ്മയോട്, പറയാതിരുന്നാലും അതൊരു വിഷമം. ഉപ്പച്ചി. ആ ഐഷു എവിടെയായിരുന്നു? ഉമ്മച്ചിനെ പഠിപ്പിക്കായിരുന്നു. എന്തൊക്കെ പഠിച്ചു? അത് നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ ചെല്ലണമെന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പഠിപ്പിച്ചു തന്നു. ആ എൻ്റെ കുട്ടീൻ്റെ ഉമ്മച്ചി നല്ല ഉമ്മച്ചിയല്ലേ. എനിക്കിഷ്ടമാണ് ഉമ്മച്ചിയെ. ഉപ്പച്ചിയും വരും ഞങ്ങളെ ഒപ്പം കൂടെ. ഇൻഷാ അല്ലാ വരുന്നുണ്ട്. ഷമ്മാസ് ശരിക്കും അത് കേട്ട് സങ്കടപ്പെട്ടു പോയി. ഉസ്താദേ, നിങ്ങളെന്തെങ്കിലുമൊക്കെ തീരുമാനിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യായിരുന്നു. ഞാനായിട്ടിപ്പോൾ നിർബന്ധിക്കുന്നതൊന്നും ശരിയല്ലല്ലോ. ഷമ്മാസിൻ്റെ ആ ഒരു വാക്കും കൂടെ കേട്ടപ്പോൾ ഉസ്താദിന് തോന്നി, അതെ ഇന്ന് പറയണം എന്തൊക്കെ തന്നെയാലും. അങ്ങനെ അതാ ഉസ്താദ് ഫുഡ് കഴിക്കുന്നു. ഉസ്താദേ, പിന്നെ ഇതിലേക്ക് ബീഫായിരുന്നു ഒന്നുകൂടെ ടേസ്റ്റ്. ആ ഷാമോനെ, ഞാൻ നിന്നോട് പറയണമെന്ന് വിചാരിച്ചു. അല്ല, നീയല്ലേ ഉച്ചക്ക് പറഞ്ഞിരുന്നു നല്ല വെറുംചോറും ബീഫ് വരട്ടിയതും കുമ്പളങ്ങ കറിയും എന്നൊക്കെ. അത് പിന്നെ മന്തിയുടെ കൂട്ടത്തിലാണ് പോയില്ലേ. എൻ്റെ പൊന്നുസ്താദ് നിങ്ങളോട് പറയാൻ ഒന്നുമല്ല, അതല്പം ഉപ്പ് കൂടിപ്പോയിട്ടുണ്ട്. ഉപ്പ് കൂടിയ ആ ഒരു ബീഫ് അത് എങ്ങനെ ഉസ്താദിൻ്റെ ഉപ്പാൻ്റെ മുമ്പിലേക്ക് വെച്ച് തരുമെന്ന് വിചാരിച്ചിട്ടാണ്. ഉപ്പ് കൂടിയതൊരു പ്രശ്നമാണോ? അതൊന്നും പ്രശ്നമല്ല. എന്നിട്ട് എന്ത് ചെയ്തു ബീഫ്? ഉസ്താദെ 1.5 കിലോനുണ്ട്. ഇനി അത് കോഴിക്ക് പൂച്ച കൊടുക്കാൻ നിൽക്കുക. അത് പറ്റില്ല, കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഷാമോനെ. വേണ്ട ഉസ്താദ്, കഴിയൂല. അങ്ങനെ അതാ ഉമ്മയെ ഷാമോൻ വിളിക്കുന്നു. ഉള്ളി അരിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആ ബീഫ് ഒന്നുകൂടി ചൂടാക്കിയെടുത്തു, ഒരു പാത്രത്തിലിട്ടു. എൻ്റെ പൊന്നാര കുട്ടിയെ, ഇത് തിന്നാൻ കഴിയൂല. ഉസ്താദിനോട് പറഞ്ഞേക്ക് എൻ്റെ കുട്ടി, അനക്കാണ് വലിയ വേദന. എനിക്കിപ്പോൾ ചപ്പാത്തിയും ബീഫും കൊണ്ട് തിന്നാനല്ലേ, തിന്നാൻ കഴിയൂല പൊന്നാരെ. നന്നായിട്ട് ഉപ്പും ചാക്കയൊക്കെ ചെരിഞ്ഞിക്കല്ലേ. ഉമ്മ അത് സാരല്ല. ഉസ്താദ് സന്തോഷത്തോടെ, ഉസ്താദ് പറഞ്ഞിട്ടാണ്. എൻ്റെ പൊന്നാര ഉസ്താദെ, ഒരു കയ്യബദ്ധം പറ്റി, എങ്ങനെ അറിയണില്ല, ഓളിട്ടിട്ടില്ല, എന്താ പറ്റിയ ആർക്കറിയാം. എന്നാലും തരി നോക്കട്ടെ. മാഷാ അല്ലാ, ബീഫ് കുറച്ച് ദിവസം കൂട്ടിയിട്ട് ചപ്പാത്തിയുടെ കൂടെ അത് ഉസ്താദ് 2 കഷ്ണം ബീഫ് എടുത്ത് കഴിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ കുഴപ്പം? ഒന്നുമില്ലല്ലോ. മാഷാ അല്ലാ, അടിപൊളിയായിട്ടുണ്ടല്ലോ. ഉസ്താദേ, നിങ്ങളെ തൊള്ളിക്ക് അത് വെക്കാൻ കഴിയൂല കേട്ടോ, നിങ്ങളെ തിന്നണ്ട, പ്രഷറൊക്കെ കൂടും. ഇല്ലില്ല, ചപ്പാത്തിയുടെ കൂട്ടത്തിലാകുമ്പോൾ അറിയുന്നൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഭക്ഷണത്തെ കുറ്റം പറയാത്ത ഉസ്താദ് അത് കഴിക്കുകയാണ് ചെയ്തത്. പൊന്നാരൻ്റെ ഉസ്താദേ, നിങ്ങൾ പറഞ്ഞപ്പോൾ ഒന്ന് എൻ്റെ ഷാമോനക്ക് ആ ഒരു മണം ഒന്ന് കിട്ടിയാൽ മതി. ഓനക്ക് ഇറച്ചി വെച്ചാൽ വലിയ കാര്യമാണ്, പക്ഷെ ഉപ്പോണ്ട് ഓൻ അതിനൊരു മണം കിട്ടിയാലും മതി. കുഴപ്പമൊന്നുമില്ലമ്മ, അതിനിപ്പോൾ എന്താ, അത് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ഏറും കുറയും, അതൊക്കെ സ്വാഭാവികമല്ലേ എന്ന് കരുതിയിട്ട് നമ്മളിപ്പോൾ ടെൻഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എൻ്റെ പൊന്നാരസ്താദേ, അതിൻ്റെ ശേഷം ഓൾക്ക് കണ്ണീര് തന്നെ. ഞാൻ പറഞ്ഞു, എന്തിനാ കുട്ടിയെ, ഓള് പറഞ്ഞുണ്ട് ഞാൻ ഇട്ടിട്ടില്ലമ്മ, ഞാൻ അങ്ങനെ തന്നെയാണ്. ഓൾ എനിക്ക് ഉപ്പ് കുറച്ചാതല്ല, എനിക്ക് പ്രഷറുണ്ട്, പിന്നെ ബാക്കിയുള്ളവർക്കുള്ള അങ്ങനെയുള്ള കാട്ടിലൊക്കെ എന്താ പറ്റിയത് ആർക്കറിയാം, അല്ലാഹു ആലം. ഉമ്മ അസലായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഉസ്താദ് ആ ചപ്പാത്തിയുടെ കൂടെ കുറച്ച് ബീഫൊക്കെ കഴിച്ചു. മാഷാ അല്ലാ, അടിപൊളിയായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഷമ്മാസിനത് വായിലേക്ക് വെക്കാൻ കഴിയുന്നില്ല. എങ്ങനെയുണ്ട് പൊന്നാര ഉസ്താദ് നിങ്ങൾ കഴിക്കണത്? അതൊക്കെ ഞാൻ കഴിച്ചു, റാഹത്തായി അൽഹംദുലില്ലാ. ഉസ്താദ് കൈ കഴുകി ആ ഓഫീസ് റൂമിലിരുന്നു. ഐഷു കൂടെയുണ്ട്. ഉപ്പച്ചിൻ്റെ കുട്ടി ഉപ്പച്ചിൻ്റെ കൂടെ പോന്നെ? ഇല്ല, ഞാൻ വരില്ല. പഠിച്ചോനെ, എന്താ ഞാൻ ചെയ്യുക? എങ്ങനെ ഞാൻ ഐഷുമ്മയോട് പറയാം?
ഷമ്മാസ് കൂടെ ഉണ്ടാകുമ്പോൾ എന്താ ഞാൻ ചെയ്യുക എനിക്കറിയുന്നില്ല. ഉമ്മ എവിടെ ഷാമോനെ? ഉമ്മ അല്ല വിളിക്കൊന്നും വേണ്ട. ഉമ്മ നിങ്ങളെ ഉസ്താദ് വിളിക്കുന്നു. തട്ട ഉമ്മ ശരിക്കിട്ട് പൊന്നു മോനെ ഉമ്മാൻ്റെ കുട്ടി എങ്ങനെയാണ് അത് തിന്നത് റബ്ബേ, എനിക്ക് വല്ലാത്തൊരു ഇടങ്ങേറ്. ഇല്ലമ്മ ഒന്നും കുഴപ്പമില്ല, ഞാൻ കഴിച്ചു. ആ പിന്നെ ഉമ്മ എനിക്ക് ഒരു കാര്യം പറയണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഷമ്മാസ് അവിടെ നിന്ന് മാറിക്കൊടുത്തു. കാരണം ഉമ്മയോട് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറഞ്ഞോട്ട് വിചാരിച്ചു കണ്ട്. ഉമ്മ മോന് പറയും, എന്തുണ്ടെങ്കിലും പറയും. ഉമ്മ സമീറയുടെ കാര്യം ഞാൻ അങ്ങോട്ട് ഏറ്റെടുത്താലോ? ഒരു നിമിഷം ആയുഷുമ്മ സന്തോഷം കൊണ്ട് പുളകിതയായി. പൊന്നു മോനെ, മോനെന്താ പറയണത്? അതെ, അവളെ ഞാൻ നിക്കാഹ് കഴിച്ച് എൻ്റെ കുട്ടിയുടെ ഉമ്മച്ചിയാക്കട്ടെ. അതെ, ആയുഷുമ്മ ആ നിമിഷം തന്നെ അതാ കിബിലക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അല്ലാ അൽഹംദുലില്ലാ, പഠിച്ചോനെ എൻ്റെ പൊന്നാര കുട്ടിയെ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നിങ്ങളോടത് എങ്ങനെ പറയാരിച്ചത് നിൽക്കുകയെന്ന് ഞാനത്. പഠിച്ചോനെ പടച്ച റബ്ബ് നിങ്ങളെ കാത്ത് രക്ഷിക്കും. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അള്ളാഹു സുബ്ഹാനഹു വതആല ഓളെ ഏറ്റെടുത്ത് നിങ്ങൾക്ക് പഠിച്ചോനെ ഭാഗത്തുനിന്ന് കൂലിയേക്കാരം കിട്ടുക. അല്ലാ പഠിച്ചോനെ. ഒരു നിമിഷം ഐഷുമ്മ കരഞ്ഞു പോയി. ഉമ്മ കരയൊന്നും വേണ്ട, എൻ്റെ മനസ്സിൽ തോന്നിയൊരു ആഗ്രഹമായിരുന്നു. അത് ഉമ്മാനോടൊന്ന് പറഞ്ഞിട്ട്. ആയിക്കോട്ടെ മോനെ, എൻ്റെ കുട്ടി രക്ഷപ്പെടും. അവളെ കെട്ടിയാൽ നോക്കിക്കോണ്ടി. നല്ലൊരു പെൺകുട്ടിയാണ്. പടച്ച റബ്ബ് നിങ്ങളെ ജീവിതത്തിൽ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ഒക്കെ പടച്ചോൻ റാഹത്തിലാക്കി തരും ട്ടാ. ഓ ഉസ്താദേ. ഐഷുമ്മ പൊട്ടിക്കരഞ്ഞു സന്തോഷം കൊണ്ട്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.